എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്നാക്ക് റെസിപ്പീസൊക്കെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കുക്കിംഗ് വീഡിയോസും കൂടി ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതായതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. അങ്ങനെ ആക്കി എടുക്കാൻ നോക്കണം. അപ്പോൾ ബട്ടറിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ചെറിയ ടീസ്പൂണിൽ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതച്ചിട്ടുള്ള വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകിൻ്റെ ആ ഒരു ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സിയിൽ നമ്മുടെ വറ്റൽമുളകിനെ ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ക്രഷ്ഡ് ചില്ലി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അത് തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ബട്ടറിൽ ഉപ്പുണ്ടെങ്കിൽ അതിനെ നോക്കിയിട്ട് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഉപ്പ്. നമുക്ക് ഇതിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഉപ്പോ എന്താ കുറവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടറിൻ്റെ മിക്സിലോട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരത്തിന് എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിന് നമുക്ക് ആദ്യം ഒരു മൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ആ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മൂടീൻ്റെ അളവ് വെച്ചിട്ട് ഏകദേശം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മിക്സ് ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാതും അതുപോലെ തന്നെ ഫുള്ള് തേച്ച ശേഷം നമുക്കിതൊന്ന് പാനിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. ആദ്യം നമുക്കിതെല്ലാം തന്നെ ഒന്ന് സ്പ്രെഡാക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ബ്രെഡിൻ്റെ പീസ് ആ ബട്ടറിൻ്റെ പേസ്റ്റ് തേച്ച ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട ശേഷം പിന്നെ നമുക്ക് മറ്റേ സൈഡിലും ആ ഒരു പേസ്റ്റ് തേക്കണം. അങ്ങനെ 2 സൈഡും ചെറിയ തീയിലിട്ടിട്ട് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ ഒരു ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈവനിങ് ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. ബ്രെഡ് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാമല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതിന് പകരമായിട്ട് ആ ഒരു മൈദയുടെ മിക്സ് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. എന്തായാലും നന്നായിട്ട് ഇങ്ങനെ മസാല സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്